വളരെ നേരത്തെ തന്നെ ഇതിനോടുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ജമായത്തും SDPIയും UDFന്റെ പക്ഷത്താണ്. അത് പരസ്യമായി അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിന് ആദ്യത്തെ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് SDPI ആണ്. ഇതിനെക്കുറിച്ചൊന്നും UDF ഒരു തരത്തിലുള്ള പ്രതികരണവും പറഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന RSS സംഘപരിവാർ ശക്തികൾ അവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. SDPIയും ജമായത്തും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് വർഗീയതയാണ്. ഈ വർഗീയമായ നിലപാടിനോടൊപ്പമാണ് ഇവിടെ UDF കുറെ കാലമായി അവരുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. മതനിരപേക്ഷമായ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ജമായത്തും SDPIയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരാണ് ഇവരെ മുന്നണിക്കകത്ത് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. ആ നിലപാട് അവർ തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജമായത്ത് അപ്പുറത്ത് പിന്തുണ കൊടുത്ത് പ്രഖ്യാപനം നടത്തിയതിൽ ഒരു അത്ഭുതത്തിനും വഴി നൽകുന്നില്ല. നേരത്തെ തന്നെ അവരെടുത്ത നിലപാടാണ് UDFൽ സജീവമായി ഉറച്ചു നിൽക്കുക എന്ന സമീപനമാണ് ജമായത്ത് കുറെ കാലമായിട്ട് സ്വീകരിച്ചത്.